ഒരു രാജ്യം മഹാന്മാരെ ഉണ്ടാക്കുന്നില്ല എങ്കിൽ അതെപ്പോഴും അധപ്പതിച്ച ഒരു കാലഘട്ടത്തിൻ്റെയും ദൈവിക ന്യായവിധിയുടെയും അടയാളമാകുന്നു. ഇന്നിപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ട മുദ്രാവാക്യം നഷ്ടപ്പെടുവാൻ പ്രത്യയശാസ്ത്രങ്ങളും കിട്ടാനുള്ളത് കോഴകളും എന്നായിരിക്കുകയാകുന്നു. ജിയോസന്ദേശത്തിൻ്റെ കേൾവിക്കാർക്ക് ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാനും തിരഞ്ഞെടുത്ത ജനമായിരുന്നു ഇസ്രായേൽ. ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയപ്പോൾ ഈ ജനം തങ്ങളുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും തകർന്നടിയുന്ന കാഴ്ചയാണ് നാം പ്രവചന പുസ്തകം 3-ാം അധ്യായത്തിൽ കാണുന്നത്. ക്രിസ്തു പറഞ്ഞ വചനം നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. യെശയ്യാ പ്രവചനം 3-ാം അധ്യായത്തിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. യെശയ്യാ പ്രവചനം 2-ാം അധ്യായത്തിൽ ആരംഭിച്ച പ്രവചനത്തിൻ്റെ തുടർച്ചയാണ് നാം 3-ാം അധ്യായത്തിലും കാണുന്നത്. 2 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളുടെ ഉള്ളടക്കം ഒരു പ്രവചനമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. ന്യായവിധിയെക്കുറിച്ചുള്ള ഈ ഭാഗത്ത് 3-ാം അധ്യായം വെളിപ്പെടുത്തുന്നത് പ്രത്യേകമായും ഇസ്രായേൽ രാഷ്ട്രത്തിന് എതിരായുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയാണ്. മറ്റ് രാഷ്ട്രങ്ങൾക്കും ഇത് ബാധകമായിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ വ്യാഖ്യാനം തീർച്ചയായും ഇസ്രായേലിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഈ ഭാഗത്ത് നാം മുമ്പോട്ട് പഠിക്കുമ്പോൾ ചുറ്റുമുള്ള രാഷ്ട്രങ്ങളുടെ മേലും ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നതായി നാം കാണുന്നുണ്ട്. അവയാകട്ടെ ദൈവവചനത്തിൽ ഏറ്റവും ശ്രദ്ധേയങ്ങളായ പ്രവചനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവയുമാണ്. ഇവയിൽ അനേകവും ഇതിനോടകം അക്ഷരികമായി നിറവേറി കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഇസ്രായേലിനെതിരായുള്ള ദൈവത്തിൻ്റെ ന്യായവിധി മറ്റേതൊരു രാഷ്ട്രത്തിൻ്റെതിനേക്കാളും വളരെ തീവ്രവും ശക്തവുമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ട് എന്ന് താങ്കൾക്ക് സംശയമുണ്ടോ? കൊള്ളാം. അതിൻ്റെ കാരണം ഇസ്രായേലിനെ ദൈവം പ്രത്യേകമായ വിധത്തിൽ തിരഞ്ഞെടുത്തതാണ്. മാത്രമല്ല, ദൈവവുമായുള്ള പ്രത്യേക അടുപ്പത്തിൻ്റെ ആസ്വാദനവും അവർക്കുണ്ടായിരുന്നു. അതെ, അവർക്ക് ദൈവം ഒരു പ്രത്യേക പദവി കൊടുത്തിരുന്നു. പദവി ഉത്തരവാദിത്വം ഉണ്ടാക്കുന്നു എന്ന് ഞാൻ പറയാതെ അറിയാമല്ലോ. പക്ഷേ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ അവർ വീഴ്ച വരുത്തി. നമുക്ക് മുമ്പിലുള്ള പ്രവചനം യെശയ്യാവിൻ്റെ കാലത്തെ ഒരു ചിത്രമാണ്. അത് നിറവേറുകയും ഉണ്ടായി. എന്നിരുന്നാലും അത് നിറവേറി എന്നത് അതിൻ്റെ അർത്ഥത്തെ ചോർത്തിക്കളയുന്നില്ല. കാരണം ഇവിടെ വിശദീകരിക്കുന്ന വ്യവസ്ഥകൾ അന്ത്യകാലത്ത് വീണ്ടും പ്രാബല്യത്തിൽ വരികയും അത് ദൈവത്തിൻ്റെ ന്യായവിധിയിലൂടെ ദൈവക്രോധം കൊണ്ടുവരികയും ചെയ്യും. അത് ഇസ്രായേലിൽ മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളുടെ മേലും വരും എന്ന് നാം പ്രത്യേകം ഓർത്തിരിക്കണം. 3-ാം അധ്യായത്തിൽ നാം അതാണ് കാണുന്നത്. 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 15 വാക്യങ്ങളിൽ ശക്തി നശിച്ച ഭരണകൂടം, അതാണ് വിഷയം. സ്ത്രീകളുടെ വസ്ത്രധാരണം, ഈ വിഷയങ്ങളും അവിടെ സംസാരിക്കുന്നുണ്ട്. ഇത് തികച്ചും പരസ്പര ബന്ധമില്ലാത്ത വിഷയങ്ങളാണല്ലോ എന്ന് താങ്കൾക്ക് തോന്നിയേക്കാം. എന്നാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നത് പോലെ അവ അത്ര അകന്ന വിഷയങ്ങളല്ല എന്നോർക്കണം. ഭരണക്രമം ബലഹീനമാകുന്നത് നേതൃത്വത്തിൻ്റെ കുറവ് കൊണ്ടാണ്. ശരിയായ നേതൃത്വമില്ലാത്തതിനാൽ സ്ത്രീകൾ ഭരിക്കുന്നു എന്നത്രേ ഇവിടെ അതിന് തെളിവായി പറഞ്ഞിരിക്കുന്നത്. ഭരിക്കുന്ന വനിതകൾ എന്നതുകൊണ്ട് പ്രവാചകൻ എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത് എന്ന് നാം തുടർന്ന് കാണുന്നതാണ്. ശക്തി നശിച്ച ഒരു ഭരണ സംവിധാനത്തെക്കുറിച്ചാണ് ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത്. 3-ാം അധ്യായത്തിൻ്റെ യെശയ്യാ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തന്നെ ഞാൻ വായിക്കട്ടെ. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് യെരുശലേമിൽ നിന്നും യഹൂദയിൽ നിന്നും ആധാരവും ആശ്രയവും, അപ്പം എന്ന ആധാരമൊക്കെയും വെള്ളമെന്ന ആധാരമൊക്കെയും
വീരൻ, യോദ്ധാവ്, ന്യായാധിപതി, പ്രവാചകൻ, പ്രശ്നക്കാരൻ, മൂപ്പൻ, 50 പേർക്ക് അധിപതി, മാന്യൻ, മന്ത്രി, കൗശലപ്പണിക്കാരൻ, മന്ത്രവാദി എന്നിവരെയും നീക്കിക്കളയും. ഈ വാക്യം നമ്മെ യെരുശലേമിലും യഹൂദയിലും ഒതുക്കി നിർത്തുകയാണ്. അപ്പം കൊണ്ട് മാത്രം മനുഷ്യൻ ജീവിക്കുകയില്ല, എന്നാൽ മനുഷ്യന് അപ്പം അത്യാവശ്യമാണ്. ഈ ക്ഷാമം ദൈവത്തിൻ്റെ ഒരു ന്യായവിധിയാകുന്നു. ദൈവവചനത്തിൽ 13 ക്ഷാമങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവ ഓരോന്നും ഇസ്രായേൽ രാഷ്ട്രത്തിന്മേൽ വന്ന ദൈവത്തിൻ്റെ ന്യായവിധികളായിരുന്നു. 2ഉം 3ഉം വാക്യങ്ങൾ നാം വായിച്ചല്ലോ. വീരൻ, യോദ്ധാവ്, ന്യായാധിപതി, പ്രവാചകൻ, പ്രശ്നക്കാരൻ, മൂപ്പൻ, 50 പേർക്ക് അധിപതി, മാന്യൻ, മന്ത്രി, കൗശലപ്പണിക്കാരൻ, മന്ത്രവാദി എന്നിവരെ നീക്കിക്കളയുമെന്ന്. നോക്കുക, ദൈവം ഇവിടെ നീക്കിക്കളയുവാൻ പോകുന്നത് അപ്പവും വെള്ളവും മാത്രമല്ല, പിന്നെയോ നേതൃത്വത്തിലുള്ള സകലത്തെയും താൻ നീക്കിക്കളയുവാൻ പോകുന്നു. ഉയർന്ന സ്ഥാനത്തേക്ക് വേണ്ട യോഗ്യതയുള്ളവർ ഇല്ലാതെ പോകുന്നു. ഇത് ദൈവത്തിൻ്റെ ഒരു ന്യായവിധിയാകുന്നു. ഈ കാലത്തും എടുത്തു പറയാൻ കഴിയുന്ന ഒരു കാര്യമാണിത്. ഇന്ന് എടുത്തു പറയത്തക്ക മഹാന്മാരായ സമകാലികരെ കാണാൻ കഴിയുന്നില്ല എന്ന വസ്തുത നിങ്ങളെ ചിന്തിപ്പിച്ചിട്ടില്ലേ? പണ്ടത്തെ മഹാന്മാരെ അനുകരിക്കുന്ന വിധത്തിൽ ചുരുക്കം ചിലരെ കണ്ടേക്കാം. എന്നാൽ അതൊക്കെ മഹാത്മാരുടെ നിഴലുകൾ മാത്രമാണെന്ന് നമുക്ക് തോന്നുന്നില്ലേ? അധികാരത്തിൽ നിന്ന് താനെ ഇറങ്ങുമ്പോൾ ഇങ്ങനെയുള്ളവരുടെ തനിനിറങ്ങൾ കാണാം. അന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറയുമ്പോൾ ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ പക്ഷം പിടിച്ച് പറയുന്നു എന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയൊന്നും എനിക്കില്ല. എന്നാൽ ഇന്ന് ചെറുപ്പക്കാരും പ്രായമായവരും എന്ന ഭേദം കൂടാതെ എങ്ങനെയും അധികാരത്തിൽ കയറിപ്പറ്റണമെന്ന ആവേശമുള്ള അനേകരുണ്ട്. വാസ്തവത്തിൽ അവർക്കതിനുള്ള യോഗ്യതയില്ലതാനും. ഒരു 100 വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ ഇക്കൂട്ടരെ തരംതാണ രാഷ്ട്രീയക്കാർ എന്ന് മുദ്രയടിച്ചേനെ. എന്നാൽ ഇന്ന് ഭരണതന്ത്രജ്ഞന്മാർ എന്നത്രേ അവർ അറിയപ്പെടുന്നത്. എല്ലാ തലമുറകളിലും തക്കതായ നേതൃത്വം ആവശ്യമായിരിക്കുന്നു. ഭരണരംഗത്തും നിയമപരിപാലന രംഗത്തും ആധ്യാത്മിക മണ്ഡലത്തിലും ശക്തമായ നേതൃത്വം കൊടുക്കുവാൻ ശരിയായ നേതാക്കളെ ആവശ്യമായിരിക്കുന്നു. ഇന്ന് പ്രവാചകൻ എവിടെ? വിവേകശാലിയും പുരാതനത്വവും ഉള്ളവൻ. ഇന്ന് നമുക്ക് ഭരണതന്ത്രജ്ഞന്മാരില്ല. നമുക്കുള്ളത് അധികാരത്തിൽ എങ്ങനെയെങ്കിലും പറ്റിക്കൂടുവാൻ, ആരോടും അനുരഞ്ജനപ്പെടാൻ തക്കം പാർത്തിരിക്കുന്ന ഒരുപറ്റം സൂത്രശാലികളായ ആളുകൾ മാത്രമാണ്. പണം കൊടുത്താൽ എങ്ങോട്ടും ചായും. ഇവർക്ക് എങ്ങനെ നീതിയോടെ ഭരണം നടത്താനാവും? ഒരു രാജ്യം മഹാന്മാരെ ഉണ്ടാക്കുന്നില്ല എങ്കിൽ അത് എപ്പോഴും അധപ്പതിച്ച ഒരു കാലഘട്ടത്തിൻ്റെയും ദൈവിക ന്യായവിധിയുടെയും തെളിവാകുന്നു എന്നത്ര ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോൾ നഷ്ടപ്പെടുവാൻ തത്വങ്ങളും കിട്ടാനുള്ളത് കോഴകളും എന്നായിരിക്കുകയല്ലേ എല്ലാവർക്കും. അത് എല്ലാവരുടെയും പ്രിയപ്പെട്ട മുദ്രാവാക്യമായി കഴിഞ്ഞു. ഇനിയും കലയുടെ മേഖലയിലേക്ക് നാം വന്നാലോ? എന്താണ് ഇന്ന് ടെലിവിഷനിലും അതുപോലെയുള്ള മാധ്യമങ്ങളിലും കൊള്ളാവുന്നതായി നമുക്ക് കാണാനുള്ളത്? കലയുടെ പേരിൽ എന്തെല്ലാം കൊള്ളരുതായ്മകളാണ് അതിൽ കാട്ടിക്കൂട്ടുന്നത്. പരസ്യത്തിൻ്റെ പേരിൽ എന്തെന്ത് വഷളത്വങ്ങളാണ് കാണിക്കുന്നത്. മനുഷ്യൻ്റെ സദാചാര ബോധത്തെയും സാൻമാർഗികതയെയും നശിപ്പിക്കുന്ന ആശയങ്ങളുടെ ആവിഷ്കാരങ്ങളല്ലേ ഏറിയ പങ്കും. മാത്രമോ ഇളം തലമുറയെ അന്ധവിശ്വാസത്തിൻ്റെ ചങ്ങലയിൽ തളച്ചിടാനുള്ള കെട്ടുകഥകൾ വേറെയും. കൗശലങ്ങളും കൈക്കരുത്തും കൊണ്ട് മനുഷ്യരെ കയ്യിലെടുക്കാൻ കഴിയുന്ന വ്യക്തി മഹാൻ എന്ന് വാഴ്ത്തപ്പെടുന്നു. എന്നാൽ മഹത്വം നമ്മിൽ നഷ്ടമായിരിക്കുന്നു സുഹൃത്തെ. എങ്കിലും അത് നാം സമ്മതിച്ചു കൊടുക്കുകയില്ല. കാരണം നമ്മുടെ അഹങ്കാരം അതിന് സമ്മതിക്കില്ല. വിദ്യാഭ്യാസ മേഖലയിൽ എവിടെയാണ് ഇന്ന് മഹത്വം? ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗം അധ്യാപകരിൽ ഉണ്ടെന്ന് നാം കരുതി. ഒരു കാലത്ത് അധ്യാപകർ സമൂഹത്തിൽ വിലപ്പെട്ട മഹത് വ്യക്തികളായിരുന്നു. എന്നാൽ ഇന്ന് തങ്ങളുടെ സ്വന്തം കലാലയങ്ങളെ പോലും നിയന്ത്രിക്കാൻ അധ്യാപകർക്ക് കഴിയാതെ വന്നിരിക്കുന്നു. വിദ്യാഭ്യാസവും രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്ന കച്ചവടം മാത്രമാണല്ലോ. 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ ബാലന്മാരെ അവർക്ക് പ്രഭുക്കന്മാരാക്കി വയ്ക്കും, ശിശുക്കൾ അവരെ വാഴും. കഴിവിൻ്റെ കാര്യം പരിഗണിച്ചാൽ ഇന്ന് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ കുട്ടിനിക്കറിടേണ്ടവരാണ്. പ്രായം കൊണ്ട് മുതിർന്നവർ എന്ന് പറയാമെങ്കിലും അവരുടെ മാനസിക നില കുട്ടികളുടെ മാനസിക നിലയേക്കാൾ ഒട്ടും കൂടുതലല്ല. ഇസ്രായേലിനെ നാശത്തിൽ കൊണ്ടെത്തിച്ചതും വാസ്തവത്തിൽ ഈ സാഹചര്യമാണ്. ബാലന്മാരുടെ മാനസികാവസ്ഥയുള്ള
ആളുകളായിരുന്നു അവരുടെ നേതാക്കന്മാർ. അതുകൊണ്ട് ദൈവം അവരെ പ്രവാസത്തിലേക്ക് അയച്ചു. അവൻ അവരെ അങ്ങനെ ന്യായം വിധിച്ചു. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഒരുത്തൻ മറ്റൊരുവനെയും ഒരാൾ തൻ്റെ കൂട്ടുകാരനെയും ഇങ്ങനെ ജനം അന്യോന്യം പീഡിപ്പിക്കും. ബാലൻ വൃദ്ധനോടും നീചൻ മാന്യനോടും കയർക്കും. പ്രവാചകൻ ഇത് നമ്മുടെ ഈ കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് താങ്കൾക്ക് തോന്നിയാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്നാൽ പ്രവാചകൻ്റെ കാലത്തും ഇത് അങ്ങനെ തന്നെയായിരുന്നു. ബാലൻ, അതെ, കോളേജ് കുമാരൻ പറയുന്നു, എന്നെ ശ്രദ്ധിക്ക്, എനിക്കും ചിലതൊക്കെ പറയാനുണ്ട്. എന്താണ് അവൻ പറയുന്നതെന്നറിയാമോ? ലോകത്തെ അടക്കി ഭരിക്കാമെന്ന് ആവേശം കൊള്ളുന്ന ഈ കൊച്ചുമിടുക്കന്മാർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. അക്ഷരം പഠിപ്പിക്കുന്ന അധ്യാപകനെ കത്തികൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നു. കൂട്ടത്തിലേക്ക് പുതുതായി കടന്നു വരുന്നവരെ റാഗിങ്ങിൻ്റെ പേരിൽ മൃഗീയമായി പീഡിപ്പിക്കുന്നു. കൂടെ പഠിക്കുന്നവനെ ഓപ്പറേഷൻ കത്തിക്കൊണ്ട് കഷ്ണം കഷ്ണമായി വെട്ടിമുറിച്ച് തോട്ടിലെറിയുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി സ്വന്തം ജീവിതത്തെ തന്നെ പിച്ചിച്ചീന്തുന്നു. എന്തൊക്കെയാണ് നമുക്ക് ചുറ്റും കാണുന്നത്. അവർ എന്തെങ്കിലും നല്ല ഗുണമുള്ളത് പറയുന്നു എന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഒരു സംഘം മറ്റൊരു സംഘത്തെ എതിർക്കുന്നു. രാഷ്ട്രീയ പോര് എന്തുമാത്രമാണ് ഇന്ന് കലാലയങ്ങളിൽ നാം കാണുന്നത്. എന്നാൽ അന്യായം ചെയ്തവനാണ് ന്യായമായി പോകുന്നവനെ ഭരിക്കുന്നത് എന്നത്രേ പ്രവാചകൻ പറയുന്നത്. ഞാൻ ഈ 8-ാം വാക്യം വായിക്കാം. 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. യഹോവയുടെ തേജസ്സുള്ള കണ്ണിന് വെറുപ്പ് തോന്നുവാൻ തക്കവണ്ണം അവരുടെ നാവുകളും പ്രവൃത്തികളും അവന് വിരോധമായിരിക്കയാൽ യെരൂശലേം ഇടിഞ്ഞുപോകും, യഹൂദ വീണുപോകും. യെരൂശലേം ഇടിഞ്ഞുപോകും, യഹൂദ വീണുപോകും. പ്രവാചകൻ പറയുന്നത് അതത്രേ. ഇന്നത്തെ നമ്മുടെ അവസ്ഥയും യെശയ്യാവിൻ്റെ കാലത്തേതുപോലെ തന്നെ. പക്ഷേ നമ്മുടെ പട്ടണങ്ങളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയുവാൻ ദൈവപുരുഷന്മാർ നമുക്കിന്നില്ല എന്നതാണ് വാസ്തവം. യഹോവയുടെ തേജസ്സുള്ള കണ്ണിന് വെറുപ്പ് തോന്നുവാൻ തക്കവണ്ണം അവരുടെ നാവുകളും പ്രവൃത്തികളും അവന് വിരോധമായിരിക്കുന്നു എന്നത്ര പ്രവാചകൻ പറയുന്നത്. ഈ അദ്ധ്യായത്തിൻ്റെ താക്കോൽ വാക്യമാകുന്നു ഈ വാക്യം. ഇസ്രായേലിൻ്റെ മാത്രമല്ല, ഏതൊരു രാഷ്ട്രത്തിൻ്റെയും നാശത്തിനുള്ള കാരണം ഇതത്രേ. രാഷ്ട്രത്തിന് തന്നോടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം അവയെ ന്യായം വിധിക്കുന്നത്. 9-ാം വാക്യത്തിൽ നാം കാണുന്നു, അവരുടെ മുഖഭാവം അവർക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. അവർ സോദോം പോലെ തങ്ങളുടെ പാപത്തെ പരസ്യമാക്കുന്നു, അതിനെ മറയ്ക്കുന്നതുമില്ല. അവർക്ക് അയ്യോ കഷ്ടം, അവർ തങ്ങൾക്ക് തന്നെ ദോഷം വരുത്തുന്നു. പരസ്യമായി പാപം ചെയ്യുന്ന സ്ഥിതി. പണ്ട് പിന്നിൽ മറയത്ത് ചെയ്തിരുന്നത് ഇപ്പോൾ മുൻപിൽ തന്നെ ചെയ്യുന്നു. രഹസ്യമായി ചെയ്തിരുന്നത് ഇന്ന് പരസ്യമായി ചെയ്യുന്നു. എന്നിട്ട് ഞങ്ങൾ സത്യസന്ധരാണ് എന്ന് പുകഴ്ച പറയുകയും ചെയ്യുന്നു. ഇല്ല, നാം അത്ര സത്യസന്ധന്മാരല്ല. പിതാക്കന്മാരെ പോലെ തന്നെ നാമും കപടഭക്തിക്കാർ ആകുന്നു. അവർ കപടഭക്തിക്കാരായിരുന്നു, കാരണം അവർ പാപത്തെ മറച്ചു വെച്ചു. എന്നാൽ പാപത്തെ മറയില്ലാതെ പരസ്യമായി ചെയ്തിട്ട് ആ പാപം നല്ലതാണെന്ന് പറയാൻ നാം ഇന്ന് ശ്രമിക്കുന്നു. നാമും കപടഭക്തിക്കാർ തന്നെ. രണ്ടിലേതാണ് മെച്ചം? പാപത്തെ നല്ലതാക്കി തീർക്കാൻ ബന്ധപ്പെടുന്നതായ ഒരു ലോകം. ഇസ്രായേൽ പറയുന്നതും ഇതുതന്നെയായിരുന്നു. 10-ാം വാക്യത്തിൽ നാം കാണുന്നത്, നീതിമാനെക്കുറിച്ച് അവന് നന്മ വരും എന്ന് പറവീൻ, തങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം അവർ അനുഭവിക്കും. അതെ, തൻ്റെ സ്വന്തം ജനത്തെ, തന്നെ സ്നേഹിക്കുന്നവരെ തന്നെ താൻ രക്ഷിക്കുമെന്നത്രേ ദൈവം ഇവിടെ പറയുന്നത്. 11-ാം വാക്യത്തിൽ അവൻ പറയുന്നു, ദുഷ്ടൻ അയ്യോ കഷ്ടം, അവന് ദോഷം വരും, അവൻ്റെ പ്രവൃത്തികളുടെ ഫലം അവനും അനുഭവിക്കും. ഒരുവൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്നുള്ളതിൻ്റെ മറ്റൊരു പ്രയോഗമാണിത്. തൻ്റെ ജനത്തിൻ്റെ നന്മ മാത്രം ആഗ്രഹിച്ച ദൈവത്തോട് ഈ ജനം പ്രതികരിച്ച വിധം പ്രവാചകൻ അവരെ ചൂണ്ടിക്കാണിക്കുന്നു. 12-ാം വാക്യത്തിൽ നാം അത് കാണുന്നു. എൻ്റെ ജനമോ, കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു. എൻ്റെ ജനമേ, നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു, നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു. കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. ഇക്കാലത്തെ ഏറ്റവും വലിയ പ്രശ്നമല്ലേ ഇത്? താങ്കളുടെ ഏറ്റവും വലിയ തലവേദനയാണെന്ന് താങ്കൾ പറയുന്ന വിഷയം ഒരുപക്ഷെ ഇതുതന്നെയാകും. എത്രയെത്ര മാതാപിതാക്കൾക്കാണ് കുട്ടികളാൽ ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
നമ്മുടെ ഇടയിൽ കുറ്റകൃത്യങ്ങൾ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് കുട്ടികൾക്കിടയിലാണ്. ദിനംതോറും അത് വർദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം പാപം, ദൈവ വചനത്തോടുള്ള അവഗണന. അടുത്ത ഭാഗം ശ്രദ്ധിക്കുക, സ്ത്രീകൾ അവരെ വാഴും എന്ന്. സ്ത്രീകൾ യെശയ്യാവിനെ ഇഷ്ടപ്പെടാൻ തരമില്ല. പ്രത്യേകിച്ചും സ്ത്രീ വിമോചന പ്രസ്ഥാനക്കാർ. എന്നെയും ഇങ്ങനെ പ്രസംഗിക്കുന്നത് കൊണ്ട് അവർ അത്ര ഇഷ്ടപ്പെടുമോ എന്നെനിക്കറിയില്ല. ഇന്ന് അനേകം തലങ്ങളിലും ഭരണം കൈയാളുന്നത് സ്ത്രീകളാണ്. അവർ നന്നായി ചെയ്യുന്നില്ലേ എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല, ചെയ്യുന്നുണ്ട്. എന്നാൽ ദൈവം പറയുന്നത് നാം ശ്രദ്ധിച്ചേ മതിയാകൂ. തുടർന്നുള്ള ഭാഗത്ത് പറയുന്നു, നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു, നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു എന്ന്. ഇതാണ് കാരണം. ഇവിടെ പറയുന്നത് ഭരിക്കുന്ന സ്ത്രീകളെക്കുറിച്ചാണോ പൗരുഷം ഇല്ലാത്ത പുരുഷനെക്കുറിച്ചാണോ എന്ന് വ്യക്തമല്ല. ഞാൻ ചിന്തിക്കുന്നത് രണ്ടും കുറേശ്ശെ ഉണ്ടെന്നാണ്. ഇന്നത്തെ സ്ത്രീ വിമോചന പ്രസ്ഥാനം തന്നെ അധപ്പതിച്ച സമൂഹത്തിൻ്റെ മറ്റൊരു അടയാളമാണ്. സ്ത്രീകളെ അടിമകളാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഒരിക്കലും ബൈബിൾ അതിനനുവദിച്ചിട്ടുമില്ല. സ്ത്രീകൾ പുരുഷന്മാരെ പോലെ നടിക്കുമ്പോൾ അവർ ഉയർന്ന തലത്തിലേക്ക് വരികയല്ല, പിന്നെയോ അവർ താണ നിലയിലേക്ക് താണുപോകുകയാണ്. സമൂഹം അങ്ങനെ താണുപോകുകയാണ് ചെയ്യുന്നത്. സ്ത്രീകൾക്ക് വളരെ ഉയർന്ന അളവിൽ തന്നെ മനസ്സലിവും മൃദുലതയും നൽകപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവൾ പുരുഷനെ പോലെ പൊട്ടിത്തെറിക്കുന്നവളും ക്രൂരയും വിരസയുമായി തീർന്നാൽ യഥാർത്ഥത്തിൽ പുരുഷനേക്കാൾ അവൾ മോശപ്പെടുകയാണ്. രാഷ്ട്രത്തിൻ്റെ വീഴ്ച ഇതത്രേ. ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഇത് സത്യമായിരുന്നു. റോമാ സാമ്രാജ്യത്തെ ഭൂപടത്തിൽ നിന്നും നീക്കാനുള്ള കാരണവും ഇതായിരുന്നു. അവരെ ആരെങ്കിലും വെളിയിൽ നിന്നും ആക്രമിച്ചതല്ല, പിന്നെയോ തങ്ങളിൽ തന്നെ വന്ന ക്രമക്കേടുകളാൽ സ്വയം വീഴുകയായിരുന്നു അവർ. ഒരിക്കൽ ലോകം മുഴുവൻ അടക്കി വാണ രാഷ്ട്രത്തിൻ്റെ വീഴ്ച അങ്ങനെയായിരുന്നു എന്ന് മറക്കരുത്. അവൻ തൻ്റെ ജനത്തോട് വാദിക്കുന്നത് നോക്കുക. 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോവ വ്യവഹരിപ്പാൻ എഴുന്നേറ്റു, വംശങ്ങളെ വിധിപ്പാൻ നിൽക്കുന്നു. യഹോവ തൻ്റെ ജനത്തിൻ്റെ മൂപ്പന്മാരോടും പ്രഭുക്കന്മാരോടും ന്യായവിസ്താരത്തിൽ പ്രവേശിക്കും. നിങ്ങൾ മുന്തിരിത്തോട്ടം തിന്നുകളഞ്ഞു, എളിയവരോട് കവർന്നെടുത്തത് നിങ്ങളുടെ വീടുകളിൽ ഉണ്ട്. എൻ്റെ ജനത്തെ തകർത്ത് കളവാനും എളിയവരെ ദുഃഖിപ്പിപ്പാനും നിങ്ങൾക്ക് എന്ത് കാര്യം എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. മൂപ്പന്മാരും പ്രഭുക്കന്മാരും സമൂഹത്തിലെ പ്രായം ചെന്നവരെ കുറിക്കുന്നതാണ്. നേതൃത്വത്തിലുള്ള പ്രായമുള്ളവരെയാണ് ദൈവം കുറ്റപ്പെടുത്തുന്നത്. യുവാക്കളിലെ പ്രശ്നം അവരിൽ തന്നെ ഉടലെടുക്കുന്നതല്ലെന്ന് നാം എപ്പോഴും ഓർക്കണം. മുതിർന്നവരുടെ ഉത്തരവാദിത്വമില്ലായ്മ വളരെ ഗൗരവമേറിയ കുറ്റമാണ്. യെശയ്യാവിൻ്റെ കാലത്ത് ചുരുക്കം ചിലർ ധനികരാകുവാനും എല്ലാവരിലും ഭരണം നടത്തുവാനും ശ്രമിച്ചിരുന്നു. എളിയവരോട് കവർന്നെടുത്തത് നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എന്ന് ദൈവം ആരോപിക്കുകയാണ്. അതെ, പാവപ്പെട്ടവനോട് കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥനോടാണ് ദൈവം ഇത് പറയുന്നത്. ഇങ്ങനെ കണക്കില്ലാതെ വാരിക്കൂട്ടി ഉറപ്പുള്ള വീടും അതുപോലെ എല്ലാ സൗകര്യങ്ങളും വെച്ച് പാർത്താൽ സുരക്ഷിതമാകും എന്ന് കരുതരുത്. എത്ര ഉറപ്പുള്ള കെട്ടിടങ്ങളെയും ദൈവം ഒന്ന് തൊട്ടാൽ പിന്നെ ആ സ്ഥലം അവിടെ ഉണ്ടാകില്ല. ദൈവത്തെ കൂടാതെയുള്ള സമ്പത്തും ദൈവത്തെ കൂടാതെയുള്ള പ്രയത്നങ്ങളും മറ്റെന്തിനേക്കാളും നമുക്ക് വലിയ പ്രശ്നമായി തീരും എന്ന് മറക്കരുത്. യഹൂദയിലെ സ്ത്രീകൾ വസ്ത്രധാരണത്തിലും ആഭരണം ഇടുന്നതിലും വളരെ ശ്രദ്ധയുള്ളവരായിരുന്നു. പക്ഷേ അവർ ദൈവത്തെ മറന്നായിരുന്നു ഇതൊക്കെ ചെയ്തത്. അതിൻ്റെ ഫലം വളരെ ഭയാനകമായിരിക്കുന്നു എന്നത്രേ പ്രവാചകൻ ഇവിടെ പറയുന്നത്. 16-ാം വാക്യം ഞാനൊന്ന് വായിക്കാം, നോക്കിക്കാട്ടെ. യഹോവ പിന്നെയും അരുളി ചെയ്തത് എന്തെന്നാൽ, സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്ത് നീട്ടിയും എറികണ്ണിട്ടും കൊണ്ട് സഞ്ചരിക്കുകയും തത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. സ്ത്രീത്വത്തിൻ്റെ എന്തൊരു ചിത്രമാണിത്. നിശ്ചയമായും ഇവിടെ പ്രശ്നം ഹൃദയത്തിലാണ്. അപ്പോസ്തലനായ പത്രോസ് അത് വ്യക്തമാക്കുന്നുണ്ട്. 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വരെയുള്ള വാക്യങ്ങൾ ഏതൊരു ഭർത്താവിനെയും നല്ലൊരു ഭർത്താവാക്കി തീർക്കാനുള്ള രഹസ്യമാണ് അവിടെ പറയുന്നത്. ഭർത്താവിനെക്കുറിച്ച് ഭാരപ്പെടുന്ന ഒരു സഹോദരിയാകുന്നു താങ്കളെങ്കിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല.
വിവാഹത്തിന് ഒരുങ്ങുന്ന യുവതി യുവാക്കന്മാരോടും ഞാനൊന്ന് പറയട്ടെ, നിങ്ങളുടെ വിവാഹ ബന്ധത്തെ ഉറപ്പിച്ച് നിർത്തുന്ന ഒരു മുപ്പിരിച്ചരടുണ്ട്. ആ മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകില്ല എന്നൊരു ചൊല്ലുണ്ടല്ലോ. ഈ മുപ്പിരിച്ചരടിൽ ഒന്നാമത്തേത് ശാരീരിക പൊരുത്തത്തിൻ്റെ പിരിയാണ്. ഇത് പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തേത് മനപ്പൊരുത്തത്തിൻ്റെ ആ പിരിയാണ്. അതായത് ഒരേ താല്പര്യങ്ങളോട് കൂടിയതായ രണ്ട് വ്യക്തികൾ. മൂന്നാമത്തേത് ആത്മീയ പൊരുത്തത്തിൻ്റെ പിരിയാണ്. അതായത് ദൈവത്തോടും ദൈവിക വേലയോടുമുള്ള ഇഷ്ടം. ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനെ ശാരീരിക സൗന്ദര്യം ഒന്നുകൊണ്ട് മാത്രം ആകർഷിച്ച് നിർത്താൻ ശ്രമിക്കുന്നു എങ്കിൽ അവൾ അധികം താമസിയാതെ പരാജയപ്പെടും. അവന് അതിൽ താല്പര്യം ഇല്ലാത്തതായ ഒരു സമയം വരും. ഇതത്രേ പത്രോസ് പറയുന്നത്. അവളുടെ അലങ്കാരം, അതായത് ഭാര്യയുടെ ആകർഷണം പൊന്നണിയുന്നതിലും വസ്ത്രം ധരിക്കുന്നതിലും മുടി പിന്നുന്നതിലും അപ്പുറമായിരിക്കണം എന്ന് പത്രോസ് പറഞ്ഞു. സൗമ്യതയും സാവധാനതയും നിറഞ്ഞ ജീവിത ശൈലിയായിരിക്കണം ഒരു സ്ത്രീയുടെ സൗന്ദര്യം. പുതുമ നഷ്ടപ്പെടാത്ത അലങ്കാരം ഇതത്രേ. ഈ 3 ചരടുകളും, ഞാൻ നേരത്തെ പറഞ്ഞ 3 ചരടുകളും പ്രധാനപ്പെട്ടതാണ്. ഒന്നിനെയും അവഗണിക്കരുത്. ഇവിടെ പറയുന്നു, കഴുത്ത് നീട്ടിയും എറുകണ്ണിട്ടുകൊണ്ട് സഞ്ചരിക്കുകയും തത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലമ്പൊലി കൽപ്പിക്കുകയും ചെയ്യുന്നു എന്ന്. ഇത് നമ്മുടെ നാട്ടിലെ കാര്യം തന്നെയല്ലേ എന്നാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്, അല്ലേ? ശരിയാണ്. ഇന്നത്തെ നമ്മുടെ പെൺകുട്ടികളുടെ ഒരു നല്ല ചിത്രം കൂടിയാണിത്. പ്രവാചകൻ പറയുന്നു, അവർ നിഗളികളായിരുന്നു. മാത്രമല്ല, ലൈംഗിക വികാരമുണർത്തുന്ന ഭാവങ്ങളും വസ്ത്രധാരണ രീതിയുമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഈ കാലത്ത് പലരുടെയും വസ്ത്രധാരണ രീതി ഇതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? പിന്നെ വല്ലതുമൊക്കെ സംഭവിച്ചാൽ ആരെയാണ് കുറ്റം പറയേണ്ടത്? ക്രിസ്തീയ സഭകളിലും കടന്നുകൂടിയിരിക്കുന്നത് ഇതുതന്നെയാകുന്നു എന്ന് ഖേദപൂർവം പറയട്ടെ. ഇങ്ങനെയുള്ളവർക്ക് എന്ത് സംഭവിക്കുവാൻ പോകുന്നു എന്ന് യെശയ്യാവ് പറയുന്നത് ശ്രദ്ധിക്കൂ. 17-ാം വാക്യം. ഇത് നിമിത്തം യഹോവ സിയോൻ പുത്രിമാരുടെ നെറുകയ്ക്ക് ചൊറി പിടിപ്പിക്കും. യഹോവ അവരുടെ ഗൂഹ്യപ്രദേശങ്ങളെ നഗ്നമാക്കും. പ്രവാചകൻ ഇവിടെ രോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. രാഷ്ട്രങ്ങൾക്ക് തലവേദനയായിരിക്കുന്ന ഒരു പകർച്ചവ്യാധിയെക്കുറിച്ച് നമുക്കറിയാമല്ലോ, എയ്ഡ്സ്. രഹസ്യത്തിൽ ചെയ്യുന്ന പാപത്തെ പരസ്യമായി വെളിപ്പെടുത്തുന്ന ചില ഗൂഹ്യരോഗങ്ങൾ ഇന്ന് സമൂഹത്തിന് തന്നെ ഭയങ്കര വിനയായിരിക്കുന്നു, ശാപമായിരിക്കുന്നു. എത്ര വലിയ പ്രശ്നമാണ് ഇന്ന് നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലും അവിഹിത ബന്ധങ്ങളിലേക്ക് അനേകർ ബന്ധപ്പെട്ടോടുകയാണ്. അതിർവരമ്പില്ലാത്ത ഭോഗേച്ഛയ്ക്കുള്ള ദൈവശിക്ഷയാണ് ഈ രോഗമെന്ന് ഇനിയും സംശയമുണ്ടോ? ഈ രോഗത്തിൻ്റെ ഭയാനകത തിരിച്ചറിയുന്നത് നമ്മുടെ ഉറ്റവർക്കെങ്കിലും ഇത് വരുമ്പോഴായിരിക്കും. ഓർക്കുക, പാപത്തോട് കളിക്കുന്നത് നാം ചിന്തിക്കുന്നതിലും ഏറെ അപകടകരമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന യുവതി, പാപത്തിൻ്റെ താൽക്കാലിക ഭോഗത്തിനു വേണ്ടി നിൻ്റെ ആയുസ് നീ നഷ്ടപ്പെടുത്തരുത്. ഒറ്റ ജീവനേ ഉള്ളൂ, അത് കളയരുത്. ദൈവത്തെ മറക്കുന്ന മനുഷ്യന് കിട്ടുന്ന ശിക്ഷ എത്ര ഭയങ്കരമാണെന്ന് നോക്കുക. 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, 18 മുതൽ, അന്ന് കർത്താവ് അവരുടെ കാൽച്ചിലമ്പുകളുടെ അലങ്കാരം, അവരുടെ നെറ്റിപ്പട്ടം, ചന്ദ്രക്കല, കാതില, കടകം, കവണി, തലപ്പാവ്, കാൽത്തള, പട്ടുകച്ച, പരിമളപ്പെട്ടി, തകിട്ടുകൂട്, മോതിരം, മൂക്കുത്തി, ഉത്സവവസ്ത്രം, മേലാട, സ്ലാവ, ചെറുസഞ്ചി, ദർപ്പണം, ക്ഷോമപടം, കല്ലാവ്, മൂടുപടം എന്നിവ നീക്കിക്കളയും. അപ്പോൾ സുഗന്ധത്തിന് പകരം ദുർഗന്ധവും, അരക്കച്ചയ്ക്ക് പകരം കയറും, പുരിക്കുഴലിന് പകരം കഷണ്ടിയും, ഉടയാടയ്ക്ക് പകരം രട്ടും, സൗന്ദര്യത്തിന് പകരം കരിവാളിപ്പും ഉണ്ടാകും. ഏതൊരു നാഗരികതയുടെയും അളവുകോലാണ് സ്ത്രീകളുടെ വസ്ത്രധാരണം. മിതവും ഒതുക്കവും മര്യാദയുമുള്ള വസ്ത്രധാരണമാകുന്നു സ്ത്രീകളുടേതെങ്കിൽ അത് ആ മുഴുവൻ രാഷ്ട്രത്തെക്കുറിച്ചും ചിലത് ചൂണ്ടിക്കാണിക്കുന്നതായിരിക്കും. അതെ, ആ രാഷ്ട്രത്തിൻ്റെ സംസ്കാരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അത് കാണിക്കും. ചില വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്കത് തോന്നാറില്ലേ? അവർ പാവപ്പെട്ടവരായിരിക്കാം, വില കൂടിയതോ വർണ്ണപ്പകിട്ടുള്ളതോ ആയിരിക്കില്ല അവരുടെ വസ്ത്രങ്ങൾ. എന്നാൽ ശരീരഭാഗങ്ങൾ മറയ്ക്കേണ്ടതുപോലെ മറച്ച് മാന്യമായി വസ്ത്രധാരണം ചെയ്തിട്ടുള്ള അവിടുത്തെ സ്ത്രീകളെ കാണുമ്പോൾ
അറിയാം ആ വീടിനൊരു അടുക്കും ചിട്ടയും ഉണ്ടെന്ന്. അവിടെ ഒരു കുടുംബനാഥനുണ്ടെന്നും അത് തെളിയിക്കും. നാം വായിച്ച ഈ ഭാഗത്ത് സ്ത്രീകൾ ധരിക്കുന്ന 20 കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് എണ്ണി നോക്കിയാൽ മതി. സ്ത്രീകൾ നന്നായി വസ്ത്രധാരണം ചെയ്യുന്നതിൽ തീർച്ചയായും ഒരു തെറ്റുമില്ല. അങ്ങനെ വേണം. സ്റ്റൈലായി തന്നെ വസ്ത്രം ധരിക്കണം. പക്ഷേ ആ സ്റ്റൈൽ ഒരിക്കലും ആഭാസമാകരുത് എന്നേ ഉള്ളൂ. കാലത്തിനനുസരിച്ചുള്ള വസ്ത്രധാരണ രീതി സ്വീകരിക്കുന്നതിലും ഒരു തെറ്റുമില്ല. അങ്ങനെ വേണം. എന്നാൽ അത് നല്ലതുപോലെ വസ്ത്രധാരണത്തിന് ആയാൽ മതി. മറ്റുള്ളവരെ ആകർഷിക്കുവാനാകരുത് എന്നാണ് പറഞ്ഞത്. താങ്കൾക്കുള്ളത് കൊണ്ട് മാന്യമായി വസ്ത്രം ധരിക്കണം. അന്നത്തെ സ്റ്റൈലിന് ചേരുന്ന വിധത്തിൽ വസ്ത്രം ധരിച്ചു എന്നതിലല്ല ദൈവം ഇസ്രായേലിലെ യുവതികളെ, അതെ സിയോൻ പുത്രിമാരെ ശാസിച്ചത്. അവരുടെ ആന്തരിക ജീവിതത്തെക്കുറിച്ചാണ് ദൈവം സംസാരിക്കുന്നത്. അവർ നിഗളികളായിരുന്നു, താന്തോന്നികളായിരുന്നു. കഴുത്ത് നീട്ടിയും എറികണ്ണിട്ടും കൊണ്ട് തത്തിയുള്ള ആ നടപ്പ് അവരുടെ ഉള്ളിലെ അഹങ്കാരത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അനേകരും ഇന്ന് പുറമേയുള്ള വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആ കാര്യവും ഞാൻ മറക്കുന്നില്ല. പക്ഷേ ഉള്ളിലാകെ നിഗളിച്ചിരിക്കുകയാണ്. ഇതിന് രണ്ടിനും ഒരു സമതുലിത ആവശ്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന പുറമേയുള്ള വസ്ത്രം കൂടുതൽ ശ്രദ്ധിക്കുന്നവർ ഒരുപക്ഷെ വെള്ള വസ്ത്രമേ ധരിക്കൂ. അവർ ആഭരണമിട്ടില്ല. എന്നാൽ അവരുടെ ജീവിതം ദൈവത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടോ? യഥാർത്ഥ അലങ്കാരം തൊലിക്കു പുറമേ അല്ല, അത് തൊലിക്കുള്ളിലാകുന്നു, ഹൃദയത്തിലാണ് അത്. ഇതത്ര ഇവിടെ പ്രവാചകൻ പറയുന്നത്. ഞാൻ ഇനി 25-26 വാക്യങ്ങൾ കൂടി വായിക്കട്ടെ. നിന്റെ പുരുഷന്മാർ വാളിനാലും നിന്റെ വീരന്മാർ യുദ്ധത്തിലും വീഴും. അതിൻ്റെ വാതിലുകൾ വിലപിച്ചു ദുഃഖിക്കും. അത് ശൂന്യമായി നിലത്ത് കിടക്കും. ഇത്രയൊക്കെ മുന്നറിയിപ്പുകളും ശാസനകളും നൽകിയിട്ടും ഇസ്രായേൽ ജനം തിരിഞ്ഞില്ല. അവർ അഹങ്കാരത്തോടെ മുൻപോട്ട് പോയി. എന്നാൽ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് മുന്നിൽ അവർ വീണുപോയി. അവർ പ്രവാസത്തിലേക്ക്, അടിമത്തത്തിലേക്ക് പോയി. ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ നമുക്കൊരു പാഠമായിരിക്കട്ടെ, ഗൗരവമായിട്ടെടുത്താട്ടെ. ദൈവം നിങ്ങളെ അങ്ങനെ മുൻപോട്ട് പോകുവാൻ, ഗൗരവമായ ജീവിതത്തെ കണ്ട് മുൻപോട്ട് പോകുവാൻ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം വെറുക്കുന്ന, ദൈവം എതിർത്ത് നിൽക്കുന്ന പാപമാകുന്നു നിഗളം. ഗർവവും ഉന്നതഭാവമുള്ള എല്ലാറ്റിന്മേലും നിഗളമുള്ള എല്ലാറ്റിന്മേലും ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടാകുമെന്ന് 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. ഇസ്രയേലിൻ്റെ ന്യായവിധിയുടെ മുഖ്യ കാരണം നിഗളമായിരുന്നുവെന്ന് ദൈവം സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു എന്നാകുന്നു വിശുദ്ധ പത്രോസ് തൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മീഖാ പ്രവാചകനും പറയുന്നു, മനുഷ്യ, നല്ലതെന്തെന്ന് ദൈവം നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? മീഖാ പ്രവചന പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യമാണത്. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോട് നടക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.